ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആയിട്ടുള്ള തിയറി ഓഫ് എസ്റ്റിമേഷൻ. തിയറി ഓഫ് എസ്റ്റിമേഷൻ ആ പേരിലെ പോലെ തന്നെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അപ്പോൾ രണ്ട് തരം എസ്റ്റിമേഷൻ ആണ് സ്റ്റാറ്റിയിലുള്ളത്. ഫസ്റ്റ് വൺ പോയിന്റ് എസ്റ്റിമേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇന്റർവെൽ എസ്റ്റിമേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എസ്റ്റിമേഷൻ? വാട്ട് ഈസ് എസ്റ്റിമേഷൻ? എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് വലിയ പോപ്പുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോപ്പുലേഷനിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനെയും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനു പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു സാമ്പിൾ കൺസിഡർ ചെയ്യും. ഈ സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം സാമ്പിൾ എടുത്ത് ഈ സാമ്പിളിൻ്റെ ഓരോ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് എസ്റ്റിമേറ്റ് ചെയ്യും, ഈ പോപ്പുലേഷൻ്റെ ക്യാരക്ടേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യും. അതാണ് ബേസിക്കലി എസ്റ്റിമേഷൻ. സോ പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റ് വാല്യൂ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ മീൻ, അതായത് പോപ്പുലേഷൻ്റെ മീൻ നമുക്ക് കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാമ്പിളിൻ്റെ മീൻ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ സാമ്പിളിൻ്റെ മീൻ വെച്ചിട്ട് പോപ്പുലേഷൻ്റെ മീൻ എസ്റ്റിമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സാമ്പിളിൻ്റെ വേരിയൻസ് വെച്ചിട്ട് പോപ്പുലേഷൻ്റെ വേരിയൻസ് എസ്റ്റിമേറ്റ് ചെയ്യാം. ഇതാണ് പോയിന്റ് എസ്റ്റിമേഷൻ. പോയിന്റ് വാല്യൂ, അതായത് സിംഗിൾ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യാം. ആൻഡ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇൻ്റർവെല്ലിൽ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഉള്ള ഒരു പ്രത്യേക ഇൻ്റർവെല്ലിൽ ഈ പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യുക, ലേ ചെയ്യുന്ന അത് കൺസിഡർ ചെയ്യുന്നതാണ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് പോയിന്റ് എസ്റ്റിമേഷൻ നോക്കാം. പോയിന്റ് എസ്റ്റിമേഷൻ്റെ ഡെഫിനിഷൻ: എ സിംഗിൾ വാല്യൂ ഗിവൺ ആസ് എൻ എസ്റ്റിമേറ്റ് ഓഫ് പാരാമീറ്റർ. നമ്മൾ സിംഗിൾ വാല്യൂ അഥവാ അതിനൊരു എക്സാമ്പിൾ ആണ് സാമ്പിൾ മീൻ. സാമ്പിൾ മീൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോപ്പുലേഷൻ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുക. ഇങ്ങനെ കിട്ടുന്ന എസ്റ്റിമേറ്റ് നമ്മൾ പറയുന്ന പേരാണ് എസ്റ്റിമേറ്റർ. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ എസ്റ്റിമേറ്റേഴ്സിനും എന്തുണ്ട്, 4 തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ അൺബയാസ്ഡ്നെസ്, സെക്കൻഡ് വൺ കൺസിസ്റ്റൻസി, തേർഡ് വൺ എഫിഷ്യൻസി ആൻഡ് ഫോർത്ത് വൺ സഫിഷ്യൻസി. ഈ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഓരോ എസ്റ്റിമേറ്റേഴ്സിനും ഈ 4 ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് എസ്റ്റിമേറ്റ് ആവത്തുള്ളൂ. സോ ഫസ്റ്റ് വൺ അൺബയാസ്ഡ്നെസ്. അപ്പോൾ എന്താണ് അൺബയാസ്ഡ്നെസ് എന്ന് വെച്ചാൽ, ആൻ എസ്റ്റിമേറ്റർ ഈസ് അൺബയാസ്ഡ് if expectation of theta cap means നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള സാമ്പിൾ മീൻ, അല്ലെങ്കിൽ സാമ്പിളിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണോ മീനെങ്കിൽ മീൻ, അപ്പോൾ അതാണ് തീറ്റ ക്യാപ്പ്. ദാറ്റ്സ് ഈക്വൽ ടു തീറ്റ. അതായത് സാമ്പിളിൻ്റെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ആ ക്യാരക്ടർ എന്തിന് തുല്യമാവുക, പോപ്പുലേഷൻ്റെ പാരാമീറ്ററിന് തുല്യമാവുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ സാമ്പിൾ മീനിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ മീനിന് ഈക്വൽ ആവും. അതാണ് അൺബയാസ്ഡ്നെസ്. ഇനി ഈക്വൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബയാസ് ഉണ്ടാവില്ലേ, അപ്പോൾ അതെന്തല്ല, ഈ എസ്റ്റിമേറ്റർ അൺബയാസ്ഡ് അല്ല, അത് ബയാസ്ഡ് ആണ് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇതിൽ അൺബയാസ്ഡിൻ്റെ വരുന്ന ഒരു സബ് ടോപ്പിക്കാണ് MVUE, അതായത് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. അതായത് ഒരുപാട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സിൽ ഏറ്റവും കുറവ് വേരിയൻസ് ആർക്കാണുള്ളത് അതായിരിക്കും ബെസ്റ്റ് എസ്റ്റിമേറ്റർ. ആ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സിൽ ഏറ്റവും വേരിയൻസ് കുറവില്ല ആള്, അതായത് മിനിമം വേരിയൻസ് ഉള്ള ആളെയാണ് നമ്മൾ മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. സോ അൺബയാസ്ഡ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം: എ റാൻഡം വേരിയബിൾ x1, x2, x3, x4 and x5 of size 5 is drawn from a normal population with the unknown mean mu. Mean നമുക്ക് തന്നിട്ടുണ്ട് mu. And consider the following estimators to estimate mu. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ നോക്കാം. ഇത് അൺബയാസ്ഡ് ആണോ അല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കറിയാൻ എങ്ങനെയാണ് അൺബയാസ്ഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എക്സ്പെക്റ്റേഷൻ ഓഫ് T1, ഇവിടെ T1 ആണെന്നുണ്ടെങ്കിൽ അതെന്താവണം, മ്യൂക്ക് ഈക്വൽ ആവണം അല്ലേ. പാരാമീറ്ററിൻ്റെ പോപ്പുലേഷൻ പാരാമീറ്റർ എന്താ, മ്യൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ടിയും T1, T2, T3 ഇതിൻ്റെ ഓരോന്നിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്താവണം, മ്യൂക്ക് ഈക്വൽ ആവണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വണ്ണ് എക്സ്പെക്റ്റേഷൻ ഓഫ് T1 അതെന്താ നോക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് T1 ആ ഫസ്റ്റ് വണ്ണിൽ നമ്മൾ ത്രൂ ഔട്ട് എക്സ്പെക്റ്റേഷൻ കൊടുക്കുക. ഇംപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 ഡിവൈഡഡ് ബൈ 5. ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. അഥവാ എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ xi, x1, x2, x3, x4, x5 അതിന് നമുക്ക് സമ്മേഷൻ i is equal to 1 to 5 xi ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതാൻ പറ്റും. അഥവാ
1/5 ഈ എക്സ്പെക്ടേഷനെ പുറത്തേക്ക് എടുക്കാം, സമ്മേഷനെ എക്സ്പെക്ടേഷന്റെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ സമ്മേഷൻ I is equal to 1 to 5 expectation of xi. Then expectation of xi, അതായത് തൊട്ട് മേലെ തന്നിട്ടുണ്ട് അതിന്റെ മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ് തന്നിട്ടുണ്ട്. സോ എക്സ്പെക്ടേഷൻ ഓഫ് xi നമുക്ക് എന്ത് കൊടുക്കാം, മ്യൂ എന്ന് കൊടുക്കാം. സോ 1/5 ഇൻറ്റു സമ്മേഷൻ I is equal to 1 to 5, അതായത് 5 മ്യൂ എന്ന് വരും. സോ 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ എന്ന് കിട്ടും. അഥവാ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ടി ഐ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനെ എക്സ്പെക്ടേഷൻ ഇംപ്ലൈ ചെയ്ത സമയത്ത് മ്യൂ എന്ന് കിട്ടി, അഥവാ പോപ്പുലേഷൻ പാരാമീറ്റർ കിട്ടി. ഓക്കെ, ദെൻ ഇതിന്റെ സെക്കൻഡ് വൺ അഥവാ T2 ഒന്ന് എക്സ്പെക്ടേഷൻ ചെയ്ത് കൊടുത്തു നോക്കാം. T2 എക്സ്പെക്ടേഷൻ കൊടുക്കുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് T2 ദാറ്റ്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് x2 ബൈ 2 പ്ലസ് x3, അഥവാ x1 പ്ലസ് x2നെ നമുക്ക് സമ്മേഷൻ xi എന്ന് കൊടുക്കാം. അപ്പം 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ 2 ടേംസിനെയാണ് അവിടെ ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ I is equal to 1 to 2 xi ഡിവൈഡഡ് ബൈ 2 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x3 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 2ഉം ഇവിടെ ക്യാൻസൽ ആയി പോകും, ബിക്കോസ് എക്സ്പെക്ടേഷൻ ഓഫ് xi എന്ന് പറഞ്ഞാൽ മ്യൂ ആണല്ലോ. സോ 2 മ്യൂ ബൈ 2 ഇവിടെ വരിക, ഇവിടെ മ്യൂ എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, 2ഉം ക്യാൻസൽ ആയി, ദെൻ മ്യൂ പ്ലസ് മ്യൂ 2 മ്യൂ എന്ന് വരും. സോ ഇവിടെ മ്യൂ അല്ല വന്നത്, എക്സ്പെക്ടേഷൻ എടുത്ത സമയത്ത് പോപ്പുലേഷൻ പാരാമീറ്റർ ആയിട്ടുള്ള മ്യൂ അല്ല വന്നത്, ഇവിടെ എന്താ വന്നത്, 2 മ്യൂ ആ വന്നത്. സോ ഇതെന്തല്ല, അൺബയാസ്ഡ് അല്ല. അൺബയാസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ 2 അതിനുള്ള സ്കെയിൽ ഫാക്ടേഴ്സോ ഒന്നും വരാൻ പാടില്ല. സോ നമുക്ക് ഇവിടെ 2 മ്യൂ ആയി വന്നതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാം ഇത് ബയാസ്ഡ് ആണ്, അൺബയാസ്ഡ് അല്ല എന്ന് പറയാം. സോ ദെൻ തേർഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് ലാംഡ എന്ന് പറയുന്ന ഒരു അൺനോൺ വാല്യൂ തന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് താഴെ തന്നിട്ടുണ്ട് ഈ T3 എന്ന് പറയുന്നത് അൺബയാസ്ഡ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ T3 അൺബയാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ, എക്സ്പെക്ടേഷൻ ഓഫ് T3 എന്ന് പറഞ്ഞാൽ മ്യൂ ആണെന്നല്ല അതിന്റെ മീനിങ്. സോ നമുക്ക് ഇവിടെ പറയാൻ പറ്റും എക്സ്പെക്ടേഷൻ ഓഫ് T3 is equal to മ്യൂ. അപ്പൊ T3ന്റെ വാല്യൂ കൊടുക്കാം. T3 എന്ന് പറഞ്ഞാൽ എന്താ, 2x1 പ്ലസ് x2 പ്ലസ് ലാംഡ x3 ഡിവൈഡഡ് ബൈ 3 ദാറ്റ്സ് ഈക്വൽ ടു മ്യൂ. ദെൻ ഇവിടെ 2x1 ഈ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഓരോ വാല്യൂസിനും ഇംപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x1 എന്താ, മ്യൂ പ്ലസ് ഈ എക്സ്പെക്ടേഷൻ ഇതിന് കൊടുക്കുക അതേമാതിരി x3ക്കും കൊടുക്കുക. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് x2 എന്ന് പറഞ്ഞാൽ അഗെയിൻ മ്യൂ പ്ലസ് ലാംഡ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x3 എന്ന് പറഞ്ഞാൽ അഗെയിൻ മ്യൂ ഡിവൈഡഡ് ബൈ 3 ദാറ്റ്സ് ഈക്വൽ ടു മ്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് 2 മ്യൂ പ്ലസ് ലാംഡ മ്യൂ, അഥവാ 3 മ്യൂ പ്ലസ് ലാംഡ മ്യൂ ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു മ്യൂ. ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ 3 ഇൻറ്റു മ്യൂ 3 മ്യൂ എന്ന് വരും. അപ്പോൾ ഈ 3 മ്യൂ ക്യാൻസൽ ആകും. ദാറ്റ് മീൻസ് ലാംഡ മ്യൂ ഇസ് ഈക്വൽ ടു 0. ഒരു പ്രോഡക്റ്റ് 0 ആവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്കറിയാം ലാംഡ 0 ആവണം, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂ 0 ആവണം. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം, ലാംഡന്റെ വാല്യൂ എന്താകാൻ ചാൻസ് ഉണ്ട്, ലാംഡ ഇസ് ഈക്വൽ ടു 0 ബിക്കോസ് മ്യൂ നോട്ട് ഈക്വൽ ടു 0. ദാറ്റ്സ് വൈ ലാംഡ ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ലാംഡന്റെ വാല്യൂ കിട്ടി. അതാണ് തേർഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലെ x1, x2, etc. xn is a random variable from a normal population with a mean mu and variance 1. Show that t is equal to 1 by n summation xi square is an unbiased estimator of mu square plus 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണോ നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്പെക്ടേഷൻ എടുത്ത് നോക്കാം. അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് ടി ദാറ്റ്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് 1 by n സമ്മേഷൻ xi സ്ക്വയർ അല്ലേ, i is equal to 1 to n. ദെൻ ഇവിടെ ഇതുപോലെ തന്നെ 1 by n സമ്മേഷന് പുറത്തെടുത്തു എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ. ദെൻ നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ ഇത് നമ്മൾ എവിടുന്ന് കണ്ടെത്തും, വേരിയൻസിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. വേരിയൻസ് ഓഫ് x is equal to എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x the whole സ്ക്വയർ.
അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ അത് എന്ത് കാണാൻ പറ്റും? വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, ഇങ്ങനല്ലേ? അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എന്താ? ഇവിടെ എക്സ് ഫോളോ ചെയ്യുന്നത് നോർമൽ വിത്ത് മ്യൂ, മീൻ മ്യൂ വിത്ത് ആൻഡ് വേരിയൻസ് 1 ആണ്. സോ വേരിയൻസ് 1 ആണ്. അപ്പോൾ 1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അഥവാ മീൻ എന്താ? എക്സിന്റെ മീൻ എന്താ? മ്യൂ ആണ് നമുക്കറിയാം. സോ 1 പ്ലസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ? സോ 1 പ്ലസ് മ്യൂ സ്ക്വയർ. അപ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്നാൽ 1 പ്ലസ് മ്യൂ സ്ക്വയർ എന്ന് കിട്ടി. സോ 1/n സമ്മേഷൻ i is equal to 1 to n 1 പ്ലസ് മ്യൂ സ്ക്വയർ. ഇവിടെ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ടേംസ് കോൺസ്റ്റന്റ് ആണ്, അതിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? സമ്മേഷനെ മാറ്റി കൊടുത്ത് n ആക്കി ചെയ്യാം. സോ 1/n ഇൻറ്റു n ഇൻറ്റു 1 പ്ലസ് മ്യൂ സ്ക്വയർ. അപ്പോൾ എന്നും എന്നും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് 1 പ്ലസ് മ്യൂ സ്ക്വയർ എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 പ്ലസ് മ്യൂ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റി? ദിസ് ഈസ് അൺബയാസ്ഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇഫ് ടി ഈസ് എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ, ടി ഈസ് എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റ. ആ ഒരു ടേം നമ്മൾ ആദ്യം എഴുതി വെക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റ. ഷോ ദാറ്റ് ടി സ്ക്വയർ ഈസ് എ ബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. ബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണോ എന്നുള്ളതാണ് ചോദിച്ചത്. എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റ. ഷോ ദാറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ ഈസ് അൺബയാസ്ഡ് ആണോ, അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ നോട്ട് ഈക്വൽ ടു തീറ്റ സ്ക്വയർ എന്ന് വരണം. ഇതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ നോട്ട് ഈക്വൽ ടു തീറ്റ സ്ക്വയർ. അപ്പോൾ നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടി സ്ക്വയർ സെക്കൻഡ് ഡിഗ്രി വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? വേരിയൻസ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ടി ഹോൾ സ്ക്വയർ ആയിരുന്നു. സോ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് ടി ഓർ വേരിയൻസ് ഓഫ് എക്സ് ഓർ വേരിയൻസ് ഓഫ് ടി, ദാറ്റ്സ് ഓക്കെ. വേരിയൻസ് ഓഫ് ടി പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് ടി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഓൾവേസ് എ പോസിറ്റീവ് വാല്യൂ, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് ടി ദ ഹോൾ സ്ക്വയർ എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്നുള്ളത് നമുക്കൊരു ഹിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്, തീറ്റയാണെന്നുള്ളത്. സോ തീറ്റ സ്ക്വയർ പ്ലസ് വേരിയൻസ് ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞത് തീറ്റ സ്ക്വയർ പ്ലസ് വേരിയൻസ് ഓഫ് ടി. വേരിയൻസ് ഓഫ് ടി എന്ന് പറഞ്ഞത് ഓൾവേസ് എ പോസിറ്റീവ് വാല്യൂ. സോ അതെന്തല്ല? തീറ്റ സ്ക്വയറിന് ഈക്വൽ അല്ല. ഇതിന്റെ തീറ്റ സ്ക്വയറിന്റെ കൂടെ തന്നെ ഒരു പോസിറ്റീവ് വാല്യൂ കൂടെ ആഡ് ചെയ്യുന്നതിനാണ് ഈക്വൽ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ നോട്ട് ഈക്വൽ ടു തീറ്റ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. അൺബയാസ്ഡ് എന്താ? അൺബയാസ്ഡിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും, അൺബയാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെല്ലാം നമുക്ക് വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.